അസ്സലാമലൈക്കും. പ്രിയ സുഹൃത്തെ, താങ്കൾ പ്ലാറ്റിനം ഇയർ സമാപന സമ്മേളന നഗരിയിലേക്ക് വരാനൊരുങ്ങിയിരിക്കുകയാണല്ലോ. വരുന്നതിന് മുമ്പ് ചില തയ്യാറെടുപ്പുകളെല്ലാം നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഈ സമ്മേളനത്തിന് പോകാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് എന്നുള്ള അഭിമാന ബോധമുണ്ടാകണം. അതോടൊപ്പം തന്നെ ഇതൊരു കേവല യാത്രയല്ല. എൻ്റെ ആത്മീയതയുടെ വിഷയത്തിൽ എനിക്ക് വലിയ ഉയർച്ച കിട്ടുന്ന ഒന്നാണ് എന്നുള്ള ഒരു വിശ്വാസവും അതിനനുസരിച്ചുള്ള നീയത്തും ഉണ്ടാകണം. പുറപ്പെടുമ്പോൾ ചെയ്യേണ്ട നീയത്ത് ഇൻഷാ അല്ലാഹ് വീണ്ടും അയച്ചു തരും. ഇപ്പോൾ പറയാനുള്ളത്, ഒരു യാത്രക്കാരൻ്റെ യാത്രയുടെ എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ടാണ് ഈ യാത്രയ്ക്കും വരേണ്ടത്. മാതാപിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും അതുപോലെ സുഹൃത്തുക്കളോടുമെല്ലാം യാത്ര പറയണം. ഞാൻ ഇന്ന തീയതി ഇന്ന പരിപാടിക്ക് പോവുകയാണ്, വിജയകരമാവാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എനിക്ക് ആ യാത്ര വലിയൊരു ഇബാദത്താകണം. എൻ്റെ അറിവിലും ഈമാനിലും മഹബത്തിലും വളർച്ചയുണ്ടാകണം. ആ യാത്ര എൻ്റെ ജീവിതത്തിലെ വലിയൊരു നന്മയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം. മറ്റൊന്ന്, ആരോടെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായും സമ്മതം പറയണം. ഞാൻ പോകുന്നുണ്ട്, സമ്മതം ചോദിച്ചേ വരാവൂ, ഞാൻ തിരിച്ചു വരും, ഇന്ന ദിവസത്തേക്ക് പോവുകയാണ്, ഇത്ര ദിവസത്തേക്ക് പോവുകയാണ് എന്ന് പറയണം. കൂടാതെ ഈ യാത്രയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ യാത്രയിൽ എനിക്ക് ഉലമാക്കളെ കാണാനുണ്ട്, സാദാത്തുക്കളെ കാണാനുണ്ട്, അവരുടെ മുഖം ദർശിക്കാനുണ്ട്, മുഅ്മിനീങ്ങളെ കാണാനുണ്ട്, അവരെ മുസാഫഹത്ത് ചെയ്യാനുണ്ട്, അതുപോലെ ഇൽമുകൾ കേൾക്കാനുണ്ട്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചു ആ ആഗ്രഹങ്ങൾ പൂവണിയണം എന്നുള്ള നീയത്തും ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മഹത്തുക്കളായ പൂർവ്വസൂരികളായ മഹാന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും യാത്ര ചെയ്തതിനെ ഓർക്കണം. ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ യാത്ര ചെയ്തതിനെ ഓർക്കണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഒരു ദിവസം വന്ന് മടങ്ങിപ്പോയവർ, 3 ദിവസം ക്യാമ്പ് ചെയ്തവർ, 10ഉം 20ഉം ദിവസം ക്യാമ്പ് ചെയ്തവർ, അങ്ങനെ പലതും നമുക്ക് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ മഹത്തുക്കളുടെ സാന്നിധ്യത്തിൽ 3 ദിവസത്തെ ക്യാമ്പാണ് എനിക്ക് എവിടെ ചെന്നാൽ ഒരൊറ്റ വഖത്ത് പോലും ഖളാ ആകാതെയും ജമാഅത്ത് നഷ്ടപ്പെടാതെയും നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്നുള്ള ഒരു നീയത്തുണ്ടാകണം, ഒരു ദൃഢനിശ്ചയം ഉണ്ടാകണം. അതുപോലെ ഞാൻ ഈ യാത്രയിൽ പുറപ്പെട്ടാൽ പിന്നെ ആരെയും ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ കൂടുതൽ അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി ചെലവഴിക്കും. മുഅ്മിനീങ്ങളോട് സലാം പറഞ്ഞും കുശലം പറഞ്ഞും നന്മകൾ പറഞ്ഞും ബന്ധങ്ങൾ സ്ഥാപിച്ച് അതും പുണ്യം കിട്ടുന്ന ഒരു അമലാക്കി മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് യാത്രക്ക് തയ്യാറെടുക്കേണ്ടത്. ഈ യാത്രയിൽ പൊതുസ്ഥലത്താണ് കിടക്കുക, പൊതുസ്ഥലത്താണ് കുളിക്കുക. ധാരാളം ആളുകൾക്ക് ശൗചാലയത്തിന് ക്യൂ നിൽക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ക്ഷമിക്കാനും, അതുപോലെ ഒരിക്കലും എൻ്റെ ഔറത്ത് വെളിവാകരുത്, ഒരാൾ പോലും എൻ്റെ ഔറത്ത് ദർശിക്കരുത്. അതുപോലെ എന്നെ കൊണ്ടൊരാൾക്കും ശല്യമുണ്ടാകരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കണം. കാൽമുട്ടുവരെ ഇറക്കമുള്ള അടിവസ്ത്രം പ്രത്യേകമായി കൂടെ കരുതണം. ഉറങ്ങുമ്പോഴും മറ്റുമൊക്കെ അത് ധരിക്കണം. കാറ്റടിച്ചു മാറിപ്പോയാലും അല്ലാത്തപ്പോഴൊന്നും ഔറത്ത് വെളിവാകരുത്. ഇതൊക്കെ ജീവിതത്തിലൊരു നിഷ്ഠയുണ്ടാക്കാൻ താങ്കൾക്ക് സാധിക്കുന്ന നല്ല അവസരങ്ങളാണ് എന്നോർക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായി പിന്നീട് പറയാം. ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അള്ളാഹു താങ്കൾക്കും എനിക്കും നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ നന്മയിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.